2011 ആദായനികുതി വകുപ്പ് മോഹൻലാലിന്റെ പക്കൽ നിന്നും 4 ആനക്കൊമ്പുകൾ കണ്ടെടുക്കുന്നത്. ഇതിൽ 2 എണ്ണം തടിയിൽ തീർത്തതായിരുന്നു. ആദായനികുതി വകുപ്പ് അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് എത്തി പരിശോധന നടത്തി. ആനക്കൊമ്പ് കൈവശം വെക്കാൻ ഉതകുന്ന ഒരു രേഖയും മോഹൻലാലിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും വനംവകുപ്പ് മോഹൻലാലിനെതിരെ നടപടിയെടുത്തില്ല. വേടനെ കൊടുക്കാൻ വനംവകുപ്പ് സജ്ജീകരിച്ച സന്നാഹങ്ങളൊന്നും മോഹൻലാലിന്റെ കാര്യത്തിൽ ഉണ്ടായില്ല. ആ തിടുക്കവും കണ്ടില്ല. ഒരു ചോദ്യം ചെയ്യലും ഉണ്ടായില്ല. ആനക്കൊമ്പ് പിടിച്ചെടുത്തതുമില്ല. 2011 ഓഗസ്റ്റിൽ രജിസ്റ്റർ ചെയ്ത ആനക്കൊമ്പ് കേസിൽ ലാലിനെ പ്രതിയാക്കിയത് 11 മാസത്തിനു ശേഷം മാത്രമായിരുന്നു. 2012 ജൂണിൽ പിന്നെയും മന്ദഗതിയിലായിരുന്നു കേസിന്റെ പോക്ക്. 4 വർഷങ്ങൾക്ക് ശേഷം 2015 ഡിസംബർ 2-നാണ് കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കോടതിയിൽ അന്തിമ റിപ്പോർട്ട് നൽകിയത്. മോഹൻലാൽ കുറ്റം ചെയ്തെന്നായിരുന്നു റിപ്പോർട്ട്. ആനക്കൊമ്പ് വിൽക്കാനോ വാങ്ങാനോ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റാനോ കൈമാറ്റം ചെയ്യാനോ പാടില്ലെന്ന നിയമം മോഹൻലാൽ ലംഘിച്ചെന്നായിരുന്നു ഉള്ളടക്കം. എന്നാൽ മോഹൻലാലിന്റെ മറുവാദം ആനക്കൊമ്പ് താൻ വിലയ്ക്ക് വാങ്ങിയിട്ടില്ല, മറിച്ച് സമ്മാനമായി ലഭിച്ചുവെന്നായിരുന്നു. ഇപ്പോൾ കസ്റ്റഡിയിൽ കഴിയുന്ന വേടനും പുലിപ്പല്ല് വിലയ്ക്ക് വാങ്ങിയതല്ല, സമ്മാനമായി ലഭിച്ചതാണെന്നാണ് പറയുന്നത്. ഈ കേസ് നിലനിൽക്കുമ്പോൾ തന്നെ 2015 ആനക്കൊമ്പ് കൈവശം വെക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് മോഹൻലാൽ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി. തുടർന്ന് വിഷയത്തിൽ പരിശോധന നടത്തണമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംസ്ഥാനത്തിന് നിർദ്ദേശം നൽകി. അധികം താമസിയാതെ അന്നത്തെ വനം മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻകൈയെടുത്ത് ആനക്കൊമ്പ് സൂക്ഷിക്കാൻ മോഹൻലാലിന് അനുമതി നൽകി. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. 2022 പെരുമ്പാവൂർ കോടതിയിൽ വനം വകുപ്പ് കുറ്റപത്രം സമർപ്പിച്ചു. മോഹൻലാൽ ഹൈക്കോടതിയിൽ പോയി. ആനക്കൊമ്പ് സമ്മാനമായി പോലും സ്വീകരിക്കാനാവില്ലെന്നതടക്കമുള്ള കർശന വ്യവസ്ഥകൾ നിലവിൽ വരുന്നതിന് മുൻപേ തനിക്ക് കിട്ടിയതാണ് ഈ ആനക്കൊമ്പുകൾ എന്നായിരുന്നു പ്രധാന വാദം. കേസിൽ പ്രതികളിലൊരാളായ കൃഷ്ണകുമാറിന്റെ കൃഷ്ണൻകുട്ടി എന്ന ആന ചരിഞ്ഞപ്പോഴാണ് കൊമ്പുകൾ തനിക്ക് സമ്മാനമായി അയാൾ നൽകിയതെന്നും ലാൽ വാദിച്ചു. കേസ് മോഹൻലാലിന് അനുകൂലമായി വിധിച്ചു. ആനക്കൊമ്പിന്റെ കാര്യത്തിൽ മോഹൻലാൽ പറഞ്ഞ ന്യായങ്ങളാണ് കേസെടുത്ത് 11 വർഷങ്ങൾക്കിപ്പുറവും കോടതി അംഗീകരിച്ചെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ മോഹൻലാലിനോട് കാണിച്ച മൃദു സമീപനം, കേസെടുക്കാത്തതും ആനക്കൊമ്പ് പിടിച്ചെടുക്കാത്തതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേടൻ എന്ന ദളിത് പാട്ടുകാരനോട് ആരും കാണിച്ചില്ല. 2 പേർക്ക് 2 നിയമം എന്നുള്ളതല്ല, 2 പേരോട് നമ്മുടെ നിയമ സംവിധാനങ്ങൾ 2 രീതിയിൽ പെരുമാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി.